ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ലോഡഡ് ഫ്രൈസ്. നമ്മുടെ കഫേന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 250 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് തൈരും ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്, വേണ്ടവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തു. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും ഇതിലേക്ക് ചീസിൻ്റെ സോസാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാനിന്ന് വേറെ സോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പാല്, 1 ടേബിൾ സ്പൂണോളം തക്കാളിയുടെ സോസ്, കുറച്ച് ചില്ലി ഫ്ലെക്സ്, 1 ടീസ്പൂണോളം വിനാഗിരി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സൺഫ്ലവറും ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിംഗ് ചെയ്യാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ചിക്കന് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ്, കുറച്ച് ഒറഗാനോ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം. എന്നിട്ട് നമ്മളിതാ ഒന്നെങ്കിൽ പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ കവറിലോ ആക്കിയിട്ട് ആ സോസ് ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ, കാണാനുള്ളൊരു ഭംഗിക്കാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ തക്കാളി സോസും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചീസ് സോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചീസ് മിക്സ് ചെയ്താൽ ചീസ് വെച്ചിട്ടുള്ള സോസുമായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്നുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.